ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതികളായ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും മുരാരി ബാബുവിനെയും SITയുടെ കസ്റ്റഡിയിൽ വിട്ടു. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കട്ടിളപ്പാളി കേസിലും മുരാരി ബാബുവിനെ ദ്വാരപാലക ശില്പ കേസിലുമാണ് കസ്റ്റഡിയിൽ വിട്ടത്. കൊല്ലം വിജിലൻസ് കോടതിയുടേതാണ് നടപടി. കേസിൽ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാറിനും ജാമ്യമില്ല. 2 കേസുകളിലെയും ജാമ്യാപേക്ഷ വിജിലൻസ് കോടതി തള്ളി. ലിജോ റോളൻസ് ആണ് വിവരങ്ങൾ നൽകാനുള്ളത്. ലിജോ, പത്മകുമാറിനെയും വാസുവിനെയും വീണ്ടും കസ്റ്റഡിയിൽ വിട്ടുകിട്ടിയിരിക്കുകയാണ് SITക്ക് അന്വേഷണ സമയപരിധി കോടതി നീട്ടി നൽകിയിട്ടുണ്ട്. ഈ കാലയളവിൽ കൂടുതൽ ആളുകളിലേക്ക് അന്വേഷണം എത്തേണ്ടതുണ്ട്. രാഷ്ട്രീയ തലങ്ങളിലേക്ക് അന്വേഷണം എത്താനുള്ള സാധ്യതയുമൊക്കെയുണ്ട്. ഈ 2 ദിവസത്തെ കസ്റ്റഡി എന്ന് പറയുന്നത് എത്രത്തോളം നിർണായകമാണ് അന്വേഷണ സംഘത്തിന്? ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും മറ്റൊരു പ്രതിയായിട്ടുള്ള മുരാരി ബാബുവിനെ 2 ദിവസത്തേക്ക് കസ്റ്റഡി ലഭിച്ചിട്ടുണ്ട്. ഇത് പ്രത്യേക അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് വളരെ നിർണായകമാണ്. കാരണം കഴിഞ്ഞ ആഴ്ചയാണ് ഇതിലെ പത്മകുമാറിനെ ഒപ്പം തന്നെ വാസുവിനെയൊക്കെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്തിരുന്നത്. ഓരോ ദിവസം വീതമായിരുന്നു വരെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യാൻ ലഭിച്ചിരുന്നത്. അതിൽ നിന്നും പല വിവരങ്ങളും പല മൊഴികളുമൊക്കെ ശേഖരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഇനി ഈ 2 പ്രതികളുടെ മൊഴികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒത്തുനോക്കേണ്ടതും അതിലെ പൊരുത്തക്കേടുകൾ കൃത്യമായി മനസ്സിലാക്കേണ്ട ഒരു ആവശ്യമുള്ളത് കൊണ്ടാണ് 2 ദിവസത്തെ കസ്റ്റഡി ഈ 2 പ്രതികളെയും ആവശ്യപ്പെടുകയും അത് കൊല്ലം വിജിലൻസ് കോടതി ഇപ്പോൾ അനുവദിക്കുകയും ചെയ്തിരിക്കുന്നത്. ഇതിൽ തന്നെ 2 കേസുകളിലും ഇവർ പ്രതികളാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കട്ടിളപ്പാളി കേസിലും ഒപ്പം തന്നെ മുരാരി ബാബുവിനെ ദ്വാരപാലക ശില്പ കേസിലുമാണ് ഇപ്പോൾ കസ്റ്റഡിയിൽ നൽകിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മെഡിക്കൽ പരിശോധനയൊക്കെ വൈദ്യപരിശോധന പൂർത്തിയായതിനു ശേഷം തിരുവനന്തപുരത്തായിരിക്കും വിശദമായി ചോദ്യം ചെയ്യുക എന്നുള്ളതാണ് SIT സംഘം അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. കേസിന്റെ ഒരു നിർണായക ഘട്ടത്തിലാണ് എത്തിയിരിക്കുന്നത്. നേരത്തെ തന്നെ പ്രതിപക്ഷമൊക്കെ ആരോപിച്ചിരുന്നത് പോലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് പോലെ മറ്റ് അറസ്റ്റുകളിലേക്കൊന്നും കടക്കില്ല എന്നുള്ള ഒരു വലിയ പരാതിയും ആരോപണമൊക്കെ ഉയർന്നിരുന്നു. കോടതി ഇപ്പോൾ ഈ അന്വേഷണ സംഘത്തിന് കൂടുതൽ സമയം നൽകുകയും ചെയ്തിട്ടുണ്ട്. ഈ കൂടുതൽ മൊഴികൾ രേഖപ്പെടുത്തി അതിലൂടെ തെളിവുകൾ കണ്ടെത്തി കൃത്യമായ തെളിവുകൾ ഉണ്ടെങ്കിൽ അത് രാഷ്ട്രീയ നേതാക്കളാണെങ്കിലും അത്തരത്തിലേക്കൊരു അറസ്റ്റിലേക്ക് കടക്കുക എന്നുള്ളത് തന്നെയാണ് ഇനി SITയുടെ മുമ്പിലേക്കുള്ള ലക്ഷ്യം. കാര്യം പത്മകുമാറിൽ എത്തി നിന്നതോടുകൂടെ പിന്നെ അറസ്റ്റുകളിലേക്കൊന്നും പോകാതെ ആഴ്ചകളായി അന്വേഷണം വളരെ സ്ലോ ആയിട്ടാണ് പോകുന്നത്. അതിനെതിരെ പരാതി ഉയരുകയും ചെയ്തിട്ടുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജാമ്യ ഹർജി നൽകുന്ന 6ാമത്തെ വ്യക്തിയായിരുന്നു സുധീഷ് കുമാർ. സുധീഷ് കുമാറിനും കൊല്ലം വിജിലൻസ് കോടതി ജാമ്യം നൽകിയിട്ടില്ല. 2 കേസുകളിലും കട്ടിളപ്പാളി കേസിലും ദ്വാരപാലക ശില്പ കേസിലുമാണ് ജാമ്യ ഹർജി നൽകിയത്. ഇതും കൊല്ലം വിജിലൻസ് കോടതി തള്ളുകയും ചെയ്തിട്ടുണ്ട്. നൌഫൽ.